യങ് മൈൻഡ് ഇൻ്റർനാഷണൽ സോൺ 1-ൻ്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങിന് നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇന്ന് എത്തിയിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ, ഏരിയ പ്രസിഡന്റ് ആൻറ്റോ കെ ആൻ്റണി, ബാക്കി നമ്മുടെ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കുന്നതുമായ ഇൻ്റർനാഷണൽ ലീഡേഴ്സ്, നമ്മുടെ യങ് മൈൻഡിൻ്റെ മെമ്പർമാർ, വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷമുണ്ട്. യങ് മൈൻഡ് ഇൻ്റർനാഷണൽ റീജൻ 1-ൻ്റെ കൺവെൻഷനും ഇൻസ്റ്റലേഷനും അളകാപുരി കൺവെൻഷൻ സെൻറ്റർ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു കാഴ്ച കാണാൻ വളരെ സന്തോഷമുണ്ട്. ഇതാണ് യങ് മൈൻഡ് ഇൻ്റർനാഷണൽ. യങ് മൈൻഡ് ഇൻ്റർനാഷണൽ 14 മാസം കൊണ്ട് വളർന്ന യങ് മൈൻഡ് ഇൻ്റർനാഷണൽ ഇതുപോലെ ഒരു റീജിയണൽ കൺവെൻഷനും ഇൻസ്റ്റലേഷനും നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. 500 ചില്ലുവാനും മെമ്പർമാരുള്ള ഈ യങ് മൈൻഡ് ഇൻ്റർനാഷണൽ റീജൻ 1-ലെ 320 മെമ്പർമാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാണ് ഈ യങ് മൈൻഡിനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും പുതിയ പുതിയ ക്ലബ്ബുകൾ. എനിക്കും കൂടെ യങ് മൈൻഡിൽ മെമ്പർഷിപ്പ് തരാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. റീജൻ 1 എന്ന് പറയുന്നത് കന്യാകുമാരി, നാഗർകോവിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗവും UAE അടങ്ങുന്ന ഒരു വലിയ റീജനാണ് റീജൻ 1 എന്ന് പറയുന്നത്. ആ റീജൻ്റെ റീജണൽ ചെയർമാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നൊരു കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. റീജൻ 1-ൽ ഇപ്പം 32 ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ ഈ ഇൻസ്റ്റലേഷൻ ഡേയിൽ തന്നെ 10 പുതിയ ക്ലബ്ബുകൾക്ക് ഇന്ന് ചാർട്ടർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. സാധാരണ നമ്മളെല്ലാം പ്രസിഡൻ്റായി, ഡിസ്ട്രിക്ട് ഗവർണറായി, റീജിയണൽ ചെയർ ആയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലബ്ബുകൾ തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു വരുന്നത്. പക്ഷേ നമ്മുടെ റീജൻ 1-ലെ ശക്തരായ ലീഡർമാരും വളരെ മിടുമിടുക്കരായ ഡിസ്ട്രിക്ട് ഗവർണേഴ്സും ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റും ഏരിയ പ്രസിഡൻറ്റിൻ്റെയും ശക്തമായിട്ടുള്ള ഒരു നേതൃത്വ നിര നമ്മൾക്കുള്ളതുകൊണ്ടും നമ്മുടെ മിടുമിടുക്കരായ നമ്മുടെ യങ് മൈൻഡിൻ്റെ നമ്മുടെ കുടുംബാംഗങ്ങൾ, സേവന സന്നദ്ധതയോടുകൂടി കടന്നു വന്നിരിക്കുന്ന മിടുമിടുക്കരായിട്ടുള്ള ചുറുചുറുപ്പുള്ള യങ് മൈൻഡ് കുടുംബാംഗങ്ങൾ, ഇതാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കോളർ ചേഞ്ച് ചെയ്ത നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണേഴ്സും ഇന്ന് നമ്മുടെ ഈ റീജനെ നയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന 5 പുതിയ ഡിസ്ട്രിക്ട് ഗവർണേഴ്സ്, 5 സ്ട്രോങ് പില്ലേഴ്സ്, ഈ ഒരു വർഷം തീർച്ചയായിട്ടും ഒരു 3 മാസത്തിനകത്ത് ഒരു 10 ക്ലബ്ബും കൂടെ ഓൾറെഡി പൈപ്പ് ലൈനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം, സെൻട്രൽ ട്രാവൻകൂർ അടങ്ങുന്ന ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് നമ്മുടെ റീജനെ വളരെ ഭംഗിയായി ഈ രീതിയിൽ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എനിക്കല്ല, നമ്മൾക്ക്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾക്ക് ക്ലബ്ബുകൾ തുടങ്ങണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പറയുന്നതാണ്. ശാസ്താംകോട്ട ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അഡ്വക്കേറ്റ് മോഹൻകുമാർ എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അന്ന് പുള്ളി ആക്സിഡൻ്റായി നിന്ന സമയത്ത്, ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരത്തൊരു ക്ലബ്ബ് തരാം, മിടുമിടുക്കരായ 12 പേരെ വെച്ച് ആ ക്ലബ്ബിന് ചാർട്ടർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ദിവസവും ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പുതിയൊരു ഡിസ്ട്രിക്റ്റ് ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്, പത്തനംതിട്ട ജില്ലയിൽ. ആ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഓൾറെഡി 3 ക്ലബ്ബ് തുടങ്ങാൻ റെഡിയായിരിക്കുകയാണ്. എനിക്ക് പോകാനുള്ളൊരു അസൗകര്യം കൊണ്ട് മാത്രമാണ്. ഇത് നിങ്ങളെല്ലാവരും കൂടെ ശക്തമായിട്ട് നിന്നാൽ ഒരു 5 വർഷം നിങ്ങൾ ഈ യങ് മൈൻഡ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ കൂടത്തിൽ ലീഡർമാരും ഇവിടെ ഇരിക്കുന്ന ലീഡർമാരും എല്ലാം നിന്നാൽ തീർച്ചയായിട്ടും ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ യങ് മൈൻഡ് മാറും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. വളരെ ശക്തമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ലോകത്തിൽ ഇതുപോലൊരു സംഘടന കാണത്തില്ല. വെറും 14 മാസം കൊണ്ട് 3000 ചില്ലുവാനും മെമ്പർമാരും ഏതാണ്ട് 300 ക്ലബ്ബുകളും അടുപ്പിച്ചുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങളിതിൻ്റെ റെക്കോർഡ് പരിശോധിക്കണം. ഈ ഒരു പോക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളരെ
പറ്റുന്ന രീതിയിൽ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നു. ഇന്ന് തന്നെ ഡിസ്ട്രിക്ട് 1-ൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപയുടെ ഒരു ഭവനമാണ് ഒരു വിധവയ്ക്ക് ഇന്ന് വെച്ചു കൊടുക്കുന്നത്. അതേപോലെ ഡിസ്ട്രിക്ട് 2-ൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ 50,000 രൂപയുടെ പാലിയേറ്റീവ് കെയറുള്ള രോഗികൾക്ക് ISI ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ഇന്ന് ആ പ്രോജക്റ്റ് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. അതേപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒത്തുനിന്നാൽ ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. യങ് മൈൻഡ് ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സർവീസ് ഓർഗനൈസേഷൻ. നിങ്ങൾക്കറിയാമോ, ഒരു മെമ്പർക്ക് 1000 രൂപ ഇൻ്റർനാഷണലായിട്ട് കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു ക്ലബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? 10,000 20,000 രൂപ കൊടുത്ത് ഇൻ്റർനാഷണലോട്ട് ഡ്യൂസ് കൊടുക്കുന്ന ക്ലബ്ബുകളാണ് ഇവിടെ. എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള എത്രയോ പേരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് മുന്നേറാം. ഞാൻ ഈ ഇൻ്റർനാഷണൽ ലീഡേഴ്സിൻ്റെയും ഏരിയ ലീഡേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സപ്പോർട്ടോടു കൂടി ഈ 2025-26 റീജിയണൽ ചെയർമാനായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ ആ ചുമതല ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അതിഥികളായി എത്തിയിരിക്കുന്നവരും അതേപോലെ തന്നെ ക്ലബ്ബുകളിൽ നിന്ന് വന്നിട്ടുള്ളവരും എല്ലാവരോടും എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യങ് മൈൻഡ് ഇൻ്റർനാഷണൽ.